സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗം സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം നാവായിക്കുളം സ്വദേശി ശരണ്യയ്ക്ക്. കേരളത്തിൽ സ്ത്രീക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നത് ഇതാദ്യം. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി ചാലിയാറിൽ തിരച്ചിൽ. സൈന്യവും കമാൻഡോസുമടക്കം 25 അംഗ സംഘം തിരച്ചിലിന്. പരിശോധന കാന്തൻപാറ മുതൽ പരപ്പൻപാറ വരെയുള്ള മേഖലയിൽ. വയനാട്ടിൽ മരിച്ച തിരിച്ചറിയാത്തവരുടെ DNA ഫലങ്ങൾ ഇന്നു മുതൽ പ്രസിദ്ധീകരിക്കും. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം വയനാട്ടിൽ. മുണ്ടക്കയും ചൂരൽമലയും ജനവാസയോഗ്യമാണോ എന്നതിൽ പരിശോധന. താൽക്കാലിക പുനരധിവാസത്തിനായി 250 വീടുകൾ കണ്ടെത്തി. സെബി അധ്യക്ഷ മാധവി പുരി ബുച്ചനെ വെല്ലുവിളിച്ച് ഹിൻഡൻബർഗ്. ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാകുമോ എന്ന ചോദ്യം. സിംഗപ്പൂർ കമ്പനി ഇടപാടുകൾ പുറത്തുവിടുമോ എന്നും ഹിൻഡൻബർഗ്. രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ്. അദാനി ഓഹരികളിൽ ഇടിവ്. സംസ്ഥാനത്ത് ആശ്വാസ കിരണം പദ്ധതി അവതാളത്തിൽ. സർക്കാർ ഫണ്ട് മുടങ്ങിയിട്ട് 2 വർഷം. കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ആശ്രിതർക്കുള്ള പദ്ധതിയിൽ വിതരണം ചെയ്യേണ്ടത് പ്രതിമാസം 600 രൂപ. കൊൽക്കത്തയിൽ മെഡിക്കൽ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധം ശക്തം. രാജ്യവ്യാപക സമരവുമായി ഡോക്ടർമാരുടെ സംഘടനകൾ. കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും ആവശ്യം. വിദ്യാർത്ഥി സമരം ന്യായമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി.